തെക്കൻ തമിഴ്നാട്ടിലെ നാഗർകോവിൽ കന്യാകുമാരി ബെൽറ്റിൽ നടന്ന ചില സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ ജോൺ ഗ്ലാഡി ഈ കഥ എഴുതിയിരിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ തമിഴിലെ അങ്കമാലി ഡയറീസ്, അതാണ് ബൈരി എന്ന സിനിമ. ജോൺ ഗ്ലാഡി രചനയും സംവിധാനവും നിർവഹിച്ച് വി ദുരൈരാജ് നിർമ്മിച്ച് സയ്യിദ് മജീദ്, മേഘ്ന, വിജി ശേഖർ, രമേശ് ആർമുഖൻ, വിനു ലോറൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2024 ഫെബ്രുവരി 23 തിയേറ്ററുകളിൽ റിലീസായ തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് ബൈരി. നാഗർകോവിലെ അരിക്കിവിള എന്ന ചെറിയ സ്ഥലത്താണ് ബൈരിയുടെ കഥ നടക്കുന്നത്. അവിടെ പട്ടണത്തിലെ ഒട്ടുമിക്ക എല്ലാവരും ടീനേജ് പ്രായം എത്തുമ്പോൾ തന്നെ ഓട്ടപ്രാവുകളെ വളർത്തുന്നവരാണ്. പ്രാവുകളെ ഏറ്റവും കൂടുതൽ സമയം പറപ്പിക്കുന്ന ആൾക്ക് ട്രോഫിയും വലിയ സമ്മാനത്തുകയും ലഭിക്കുന്നു. പ്രാവുകളെ വളർത്തുന്നതിലും മത്സരത്തിൽ ഏർപ്പെടണം എന്നതുമാണ് മറ്റെല്ലാ സുഹൃത്തുക്കളെയും പോലെ ലിംഗം എന്ന കഥാപാത്രത്തിൻ്റെയും ആഗ്രഹം. ലിംഗത്തിൻ്റെ അമ്മയ്ക്ക് തൻ്റെ മകൻ പ്രാവ് വളർത്തുന്നതിലും മത്സരത്തിൽ ഏർപ്പെടുന്നതിലും താല്പര്യമില്ല. ലിംഗത്തിൻ്റെ അമ്മയായ സരസ്വതി ഇത് ശക്തമായി എതിർക്കുന്നു. ആ നാട്ടിലെ സകല ആളുകളും, തൻ്റെ സ്വന്തത്തിലുള്ള പലരും ഇതിലൂടെ നശിച്ചു പോയതുകൊണ്ട് സരസ്വതിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അമ്മയുടെ അവഗണന എതിർത്ത് ലിംഗം പ്രാവിനെ വളർത്തുകയും മത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ലിംഗത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് അമൽ. അമലാണ് ലിംഗത്തിന് പ്രാവുകളെ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മത്സരം ആരംഭിക്കുകയും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതോടുകൂടിയാണ് സിനിമയുടെ ഗതി തന്നെ മാറുന്നത്. സിനിമയിൽ രാജലിംഗമായി സയ്യിദ് മജീദാണ് എത്തുന്നത്. ഷാരോൺ എന്ന കഥാപാത്രമായി മേഘ്ന, സരസ്വതി അമ്മാളായി വിജി ശേഖർ, അമൽ എന്ന കഥാപാത്രമായിട്ട് ജോൺ ഗ്ലാഡി, സുയംബ് എന്ന കഥാപാത്രമായി വിനു ലോറൻസ് എന്നിവരാണ് എത്തുന്നത്. ഇവരെല്ലാവരെയും കൂടാതെ ധാരാളം കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. പൊതുവെ വലിയ കാസ്റ്റിംഗ് നിര ഒന്നുമില്ലാതെ തന്നെ മികച്ച പ്രകടനമാണ് യുവ നടീനടന്മാർ കാഴ്ചവെക്കുന്നത്. ഇൻ്റർവെൽ വരെ പ്രണയവും സിനിമയുടെ പശ്ചാത്തലവും ഒക്കെ കാണിക്കുന്ന സംവിധായകൻ ഇൻ്റർവെല്ലിന് ശേഷം സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുകയാണ്. സ്ക്രീനിൽ കഥാപാത്രങ്ങളുടെ ഇൻറ്റൻസ് സിനിമ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംവിധായകനും നടനുമായ ജോൺ ഗ്ലാഡിക്ക് സാധിക്കുന്നു. എടുത്തു പറയേണ്ട പെർഫോമൻസുകളാണ് സിനിമയിലെ മിക്ക കഥാപാത്രങ്ങളുടെയും. രാജലിംഗമായി എത്തുന്ന സയ്യിദ്, സരസ്വതി അമ്മാളായി എത്തുന്ന വിജി ശേഖർ, അമൽ എന്ന കഥാപാത്രമായി എത്തുന്ന ജോൺ ഗ്ലാഡി, സുയംബ് എന്ന കഥാപാത്രമായി എത്തുന്ന വിനു ലോറൻസ്, ഇവരുടെ പെർഫോമൻസുകളാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. തിരക്കഥയുടെ ബലമാണ് സിനിമയുടെ വിജയം. ആ അർത്ഥത്തിൽ ജോൺ ഗ്ലാഡി തമിഴിൽ ഒരു അങ്കമാലി ഡയറീസ് ആണ് ഒരുക്കി വച്ചേക്കുന്നത്. ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് AV വസന്തകുമാറാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് RS സതീഷ് കുമാർ. അരുൺ രാജാണ് മ്യൂസിക്കും BGM ചെയ്തിരിക്കുന്നത്. അരുൺ രാജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചില സീനുകളിലെ തമിഴ് ഫോക്ക് സോങ്സും ഒക്കെ സിനിമയുടെ ഇൻറ്റൻസ് വ്യക്തമാക്കി തരുന്നു. സിനിമാറ്റോഗ്രാഫിയും വളരെ മികച്ചതാണ്. സിനിമയിൽ നെഗറ്റീവായി തോന്നിയത് CG വർക്കാണ്. ചില സീനുകളിൽ പ്രാവുകൾ പറക്കുന്നത് കാണുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ടാണ് ഫീൽ ചെയ്തത്. തിരക്കഥയുടെ ബലവും പ്രകടനങ്ങളുടെ മികവും ബൈരി എന്ന സിനിമ വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്നു. എന്നിലെ പ്രേക്ഷകന് മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിച്ചത്. ബൈരി എന്ന സിനിമയുടെ തുടക്കം മാത്രമാണിത്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.